പ്രധാന നേതാക്കന്മാരെ പ്രവർത്തകരെ കൂടിയാണ് ഞങ്ങൾ നിൽക്കാനല്ലോ. കേരളത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പോലും പിണറായിയുടെ പോലീസ് സമ്മതിക്കുന്നില്ല. ഇവിടെ ജനാധിപത്യമില്ല, ജനാധിപത്യ ധ്വംസനമാണ്. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനോ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഈ വിഷയം സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പാലക്കാട് ജില്ലയിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കാൻ പോലും അനുവദിക്കാതെയാണ് കേരളത്തിലെ പിണറായി ഭരണം. ഇത് MP രാജേഷും പിണറായി സർക്കാരും പിണറായി വിജയനും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഏത് തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചാലും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ മദ്യ കമ്പനി സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വാട്ടർ അതോറിറ്റി വെള്ളം നൽകാൻ ഞങ്ങൾ അനുവദിക്കില്ല. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ ഈ കോമ്പൗണ്ടിനകത്ത് കയറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയാൽ ബിജെപിയുടെ ശക്തമായ പ്രതികരണമാണ് കൃഷ്ണകുമാർ നടത്തിയത്. കാണാൻ ചെല്ലുമ്പോഴാണ് ഇവർ തടസ്സപ്പെടുത്തുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ അധ്യക്ഷനടക്കമുള്ള ആളുകളെ അനുവദിക്കാതെ ഈ പോലീസിന്റെ രാഷ്ട്രം അത് MP രാജേഷ് മുൻകൂട്ടി കൺട്രോൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ സമരവുമായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുക. ഇവരെ ഏതുവരെ തടഞ്ഞാലും ഞങ്ങൾ അറസ്റ്റ് ചെയ്തോട്ടെ, പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടിട്ടേ പോകും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാതെ മടങ്ങില്ല എന്ന് BJP വ്യക്തമാക്കുന്നു. വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കാം എന്നാണ് പോലീസിനോട് BJP പ്രവർത്തകരും നേതാക്കളും പറയുന്നത്.